പ്രക്രിയയ്ക്ക് ആവശ്യമായ അഖണ്ഡതകൾ എങ്ങനെ ലഭിക്കുമെന്നും ഒരു പ്രധാന ചോദ്യമാണ്. വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് അണ്ഡങ്ങൾ ശേഖരിക്കുന്നത് കൂടുതൽ വ്യാപകമാകുമോ? റാഡിക്കൽ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയായ ആൻഡ്രിയ സാങ്കേതികവിദ്യ സ്ത്രീകളുടെ അന്ത്യമായിരിക്കുമെന്ന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൃത്രിമ ഗർഭപാത്രം പൂർണ്ണമായാൽ പുരുഷന്മാർക്ക് പ്രത്യുൽപാദനത്തിനായി സ്ത്രീകളെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ വരുമോ എന്ന ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇത് സ്ത്രീയുടെ സാമൂഹ്യ പ്രാധാന്യത്തെ ഇല്ലാതാക്കുമോ എന്നും അവർ ഭയപ്പെട്ടു. ഗർഭധാരണം ഒരു സ്വാഭാവിക പ്രക്രിയ എന്നതിൽ നിന്ന് ഒരു രോഗാവസ്ഥയായി കണക്കാക്കപ്പെടുമോ എന്നും ചില ഗവേഷകർ ആശങ്കപ്പെടുന്നു. അതായത് ആരോഗ്യപരമായ കാരണങ്ങളില്ലാത്തവർ പോലും പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ റോബോട്ടിനെ ആശ്രയിക്കുമോ? വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഈ സാങ്കേതികവിദ്യ ഒരു പ്രതീക്ഷയാണ്. വലിയ തുക മുടക്കി കൃത്രിമ ബീജസങ്കലനം നടത്തിയിട്ടും പരാജയപ്പെടുന്നവർക്ക് ഒരു റോബോട്ട് വാടകയ്ക്കെടുത്ത് കുഞ്ഞിനെ വളർത്തുന്നത് ഒരു പരിഹാരമാകുമെന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. കൂടാതെ ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിച്ചേക്കാം. ഭാവിയിൽ ഈ സാങ്കേതികവിദ്യ കൂടുതൽ വികസിക്കുകയും കുഞ്ഞുങ്ങളെ കൃത്യമായി വളർത്തുന്നത് സാധാരണമാവുകയും ചെയ്യുമ്പോൾ ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ഈ സാങ്കേതികവിദ്യയുടെ നൈതികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈനയിലെ അധികാരികൾ ചർച്ചകൾ ആരംഭിക്കുകയും നയപരമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗർഭധാരണ റോബോട്ട് ഒരു ശാസ്ത്രീയ വിപ്ലവമായി മാറിയേക്കാം. പക്ഷേ മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ അത് മാറ്റിമറിക്കും. ശാസ്ത്രം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹ്യവും സാംസ്കാരികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.